അവിടെ അവൾ പത്രം പിടിച്ച് കാര്യം കയറ്റിയിരിക്കുന്നില്ലേ, അവളോട് പറ ഹാപ്പി ഓണം. ബിസിയോ? എന്ത് ബിസി? എടാ നാറി, നീ കാരണം ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താ, അറിയോ? 2 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ ബ്രേസ്ലെറ്റ് ഇതേ 2 ആഴ്ചയായി. ഇന്ന് എനിക്കത് കിട്ടിയേ പറ്റൂ. ഇതെങ്ങാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പാലത്തിന് മുകളിൽ ചാടിച്ചാവും. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ സാധനം കിട്ടണം. പിന്നെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ മുകളിൽ വലിയ കയറി വരേണ്ട ആവശ്യമില്ല. ഞാനെങ്ങാനും ഇതിൻ്റെ മുകളിൽ ചാടി ചത്താം. ഞാൻ ചാവാൻ കാരണം നീയാന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് തന്നെ മെൻഷൻ അടിച്ചിട്ട് ആവും. ശരി, ചടം നോക്കിക്കല്ലേ. ചേട്ടാ, ഈ സ്വർഗം ഞാനൊരു വ്ളോഗറാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ എവിടെയോ സ്വർഗം എന്ന് പറയുന്നൊരു സ്പോട്ട് ഉണ്ടെന്ന്. അതെവിടെയെന്നൊന്ന് പറഞ്ഞു തന്നാൽ. സ്വർഗം അല്ലേ, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചാവും. അപ്പോൾ എൻ്റെ ഒപ്പം ചാടിക്കോ. പിന്നെ ചാടുമ്പോൾ ക്യാമറ കൂടെ ഒപ്പം ചാടിക്കോട്ടെ. അതാകുമ്പോൾ നമുക്ക് എല്ലാം ലൈവായിട്ട് കിട്ടും. പിന്നെ ഇത്രയും കാലം ഞാൻ ചെയ്ത് വെച്ചിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ചേട്ടൻ എന്തോ വിഷമഘട്ടത്തിലാണല്ലേ. സ്പോട്ട് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ബ്രോ, ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ഓൾ ദി ബെസ്റ്റ്. അടുത്ത് വന്നാലോ നിന്റെ കാരണം ഞാൻ വിളിക്കും. സമാധാനപ്പെട്, നമുക്ക് സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെ പോവാൻ? നിന്റെ അച്ഛൻ്റെ 2 കെട്ട് വല്ലതും നടക്കണ്ടോ? സാധനം കിട്ടാണ്ട് എവിടെയും പോണില്ല. എന്താ എൻ്റെ പ്രശ്നം? ശരി, ഞാനടുത്ത് ഞാൻ ബ്രേസ്ലെറ്റ് വാങ്ങി. നിന്റെ സ്വന്തം കാര്യം നടത്താനല്ല, അത്രക്ക് സ്വാർത്ഥനല്ല ഞാൻ. അത് ഈ മനസ്സിലാക്കണം. എടാ മഹാഭാവി, പിന്നെ നീ അത് ആർക്കാടാ കൊടുത്തത്? അത് പിന്നെ എൻ്റെ ഫ്രണ്ടിന് ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട്. എടാ 2 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ പറ്റി അന്ന് മുതൽ വീട്ടുകാരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൈ പുറത്തേക്ക് കാണിച്ചിട്ടില്ല. ഒരേ ഒരു പുൽക്കൈ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഇത്രയും ദിവസമൊക്കെ പിടിച്ചു നിന്നത്. എടാ ഈ മുണ്ടിൻ്റെ അടിയിൽ പോലും ഒന്നും ഇട്ടിട്ടില്ല. അത്രയ്ക്ക് പ്രഷറാണ്, അറിയോ? അല്ല, എങ്ങനെ ഇപ്പോൾ വീട്ടിലിരുന്ന്? ഏതോ ഒരു കാലക്കേറിന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടി എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയതാണ്. മുകളിലിരിക്കണ അച്ചപ്പെടുക്കാൻ വേണ്ടി കൈ നോക്കി, അത് അച്ഛമ്മ അച്ഛല്ലാത്തതുകൊണ്ട് അത് അമ്മടുത്തും പറഞ്ഞു കൊടുത്തു. അച്ഛൻ വന്ന എന്തായാലും അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ മുന്നേ എനിക്ക് ഈ സാധനം അവിടെ കൊണ്ടുപോയി വെക്കണം. പിന്നെ കഴിഞ്ഞ മാസത്തെ പെൻഷൻ കാശിന് 1000 രൂപ മിസ്സിങ്, അതും ഞാൻ എടുത്തു വരെ പറഞ്ഞു. ബ്രൂട്ടൽ ഗ്യാൻമ. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ ഒരു ഒടുക്കത്തായ സഹായം. അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വന്തം സാധനം എടുത്ത് ചെയ്യണം, മനസ്സിലായോ? അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ സാധനം എടുത്ത് ഊറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. ഈ പേടിക്കണ്ട, സാധനം ഞാൻ കൊടുത്തന്നെ കൊണ്ടേ പണയം വെച്ചിരിക്കണേ. പണയോ? അല്ല, ഇന്നലെ എടുത്തരാ പറഞ്ഞിരിക്കണേ. നിൽക്കേ, ഞാൻ ഫോനെ വിളിക്കാം, ഒരു മിനിറ്റ്. ഹലോ, ഹാപ്പി വേണം. പിന്നെ അന്ന് ഞാനൊരു സാധനം തന്നിരുന്നില്ലേ പണയം വെക്കാൻ, അതെന്തായി? എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തോ? അത് കിടപ്പണ്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ സാധനം സേഫാണ്, എപ്പോൾ എടുക്കാം. എന്തൊരു സന്തോഷമില്ലാത്ത ചിരിക്കടാ.
ചിലപ്പോൾ വെക്കാൻ സ്ഥലത്തേക്ക് വെച്ചു പിടിക്ക് പിടി. എന്താടാ കുറെ നേരമായി മൂത്രയെ കൂട്ടിയിട്ട് ടെൻഷൻ കാരണം ഞാൻ മറന്നും പോയി. പിന്നെ ആ കുഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ആ എന്നാ ഞാനുണ്ട്. മച്ചു പാടത്ത് പോയിട്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ലട്ടൊത്ത്. നമുക്ക് ആൾക്കാരെ പറ്റിച്ചല്ല എക്സ്പീരിയൻസ് ഇല്ലേ? അങ്ങനെയല്ല, സാധനം കിട്ടിയില്ലേ? സാധനത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. സാധനം ഞാനിന്ന് കിട്ടിയില്ല എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നടന്നിരുന്നു. ഫ്രീ ആണ് ചാവാൻ പോകുന്നൊക്കെ പറഞ്ഞു. എന്തായി? എടാ അത് ഞാൻ പിന്നെ അപ്പത്തെ ഒരു എടാ നമ്മളുണ്ടല്ലോ, നമ്മളൊന്ന് കൂളായിട്ടിരുന്നാൽ മതി. നമ്മുടെ പകുതി പ്രശ്നങ്ങൾ കാണാണ്ടേ. എന്താ ഫിലോസഫി ഒന്നും കണ്ടില്ലല്ലോ നേരത്തെ. എന്താ ഭാരതപ്പുഴ പോരെ? അയ്യോ എപ്പോൾ തന്നെ കയ്യിലിട്ട് അല്ലെങ്കിൽ ഉറപ്പ് എന്തീ തരുന്നത്. എടാ നമ്മൾ മൂത്രയ്ക്കാൻ പോയപ്പോഴേ ഞാൻ ബോക്സ് ഇവിടെ വെച്ചതാ, പക്ഷെ കാണാനില്ല. ഇവിടെ ഉണ്ടാവും. ഞാനിനി എങ്ങനെ വീട്ടിൽ പോവാ? അല്ല വീട്ടിൽ പോകാൻ പറ്റില്ല, ഞാൻ ചാവാൻ പോവാ. ഓരോന്ന് അപ്പം നിനക്കറിയോ, കഴിഞ്ഞ 2 സെമിസ്റ്ററിൽ 3 സപ്ലി. ഇത് എഴുതിയെടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിലേ വീട്ടിൽ സീനാണ്. ഇത്രയും വളർന്നുകൊണ്ട് തല്ലിനില്ല. ഇനിയിപ്പോൾ ഇതറിഞ്ഞാൽ കൊല്ലും. അല്ല എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഓരോരുത്തന്മാർക്ക് ഓരോ സഹായം ചെയ്യാൻ കൊടുത്തിട്ട്. ഇപ്പം എടാ ഈ പറഞ്ഞ് ഞാൻ കേക്ക് എന്തേലും ഒരു വഴി കണ്ടുപിടിക്കാം. ഇനി ഒന്നും പറയണ്ട. ഇത്രയും കള്ളന്മാരും ചതിയന്മാരും ലോകം എന്നെ അറിയിക്കുന്നില്ല. ഐ ഡോണ്ട് ഡിസർവ് ദിസ് ലൈഫ്. സോ ഗുഡ് ബൈ ഫോർ എവർ. എടാ പരിഹാരം ഒന്നിനും ആത്മഹത്യയില്ല. നമുക്ക് എന്തേലും ഒരു വഴി കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ കാരണം ഉണ്ടായതല്ലേ, ഞാൻ വേണ്ടി വരാം. നമുക്ക് വണ്ടി അങ്ങോട്ട് വെക്കാം. ആ പ്രൈസ് കൊണ്ട് അതേപോലത്തെ പ്രൈസ് ഇട്ട് വാങ്ങാം. എങ്ങനെയുണ്ട്? നിന്റെ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ടോ വണ്ടി? എൻ്റെ അച്ഛൻ വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ അച്ഛൻ വാങ്ങിക്കണല്ലോ. അച്ഛൻ വാങ്ങിയ വണ്ടിയല്ലേ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം പ്രാങ്കിൽ ഇന്ന് 2 യുവാക്കളാണ് ഗൈസ്. അവരാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇന്ന് അവരുടെ സസ്പെൻസ് പൊളിക്കാം ഗൈസ്. അപ്പൊ കം ഓൺ ഗൈസ്, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നിങ്ങളുടെ ഒരു സാധനം കാണാനില്ല അല്ലേ? ഇതല്ലേ ഗൈസ് നിങ്ങളുടെ കാണാതായ സാധനം? ബേസിക്കലി ഐ ആം എ വ്ളോഗർ ഗൈസ്, ബട്ട് സംടൈംസ് ഞാൻ പ്രാങ്ക് ചെയ്യാറുണ്ട്. ഇന്ന് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് നിങ്ങളൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു. ഐ വാസ് ഫോളോയിങ് യു ഗൈസ്. ബൈ ദ വേ, നിങ്ങൾ സർപ്രൈസ് ആയ? നിങ്ങൾ ഞെട്ടിയിരിക്കുകയെന്ന് മനസ്സിലായി ഗൈസ്. ബൈ ദ വേ ഹാപ്പി ഓണം ഗൈസ്. ബൈ ദ വേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ട് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യൂ ഗൈസ്.